ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ കാണുന്നവരെല്ലാവരും എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഇന്നത്തെ തീയതി 6/11/2025 കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് ഇന്ന് പറയാനുള്ള കാര്യം, നമ്മുടെ ഹമ്മദ് ഹോസ്പിറ്റലിലേക്ക് ബാംഗ്ലൂരിൽ വെച്ച് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. 12-13 തീയതിയിലാണ് കേട്ടോ. നവംബർ 12-13, അതായത് 2025 നവംബർ 12-13 തീയതികളിൽ ബാംഗ്ലൂർ വെച്ച് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അത് ഹെൽത്ത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. ഒത്തിരി പോസ്റ്റുകൾ ഒഴിവുണ്ട് കേട്ടോ. ഒത്തിരി വേക്കൻസീസ് ഉണ്ടെന്ന് ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. HICTയിലുള്ള പല ഡിപ്പാർട്ട്മെന്റിലായിട്ട്, പല സെക്ഷനിലായിട്ട് ഒരുപാട് വേക്കൻസീസ് ഉണ്ടെന്ന് അവരവരുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ് അടുത്ത ആഴ്ച ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കോഴ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാര്, പിന്നെ അതായത് IT-യിലൊക്കെ ബാച്ചിലർ ഡിഗ്രിയും അതുപോലെ തന്നെ ഹെൽത്ത് കെയറിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം കേട്ടോ. 12-13 തീയതികളിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ഒത്തിരി വേക്കൻസീസ് ഉണ്ട്. HICT കേട്ടോ. HICT സ്പെഷ്യലിസ്റ്റ്, HICT അനലിസ്റ്റ്, അതുപോലെ തന്നെ ടെക്നീഷ്യൻസ്, അങ്ങനെ ഒത്തിരി വേക്കൻസീസ് അവർ ഇട്ടിട്ടുണ്ട്. ഹമ്മദ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അപ്പൊ ആരും ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ള ഇൻഫർമേഷൻ ഇന്ന്. വേറെ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, CSST ടെക്നീഷ്യന്റെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. വേക്കൻസി ഇട്ടിരിക്കുന്നത് യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷൻ ആണ് കേട്ടോ. CSSDയിൽ ഡിപ്ലോമയോ, 2 വർഷത്തെ ഡിപ്ലോമയോ ഡിഗ്രിയോ അല്ലെങ്കിൽ 6 മാസത്തെ ഡിപ്ലോമയോ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. 6 മന്ത് സർട്ടിഫിക്കേഷൻ കോഴ്സും കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഇവിടുത്തെ QCHP ലൈസൻസ് എടുക്കാൻ CSS ടെക്നീഷ്യന് 6 മാസത്തെ കോഴ്സ് ആണെങ്കിലും എലിജിബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, CSSDയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ ഈ വേക്കൻസി ഇട്ടിരിക്കുന്നത് യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷൻ ആണ് കേട്ടോ. അവരുടെ സൈറ്റിൽ കിടക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ്. യുണൈറ്റഡ് മാൻ പവർ ഏജൻസിയാണ്. അവര് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് സപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ആരെങ്കിലും CSST ടെക്നീഷ്യന്റെ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ യുണൈറ്റഡ് മാൻ പവറിന്റെ സൈറ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. ഇത് കഴിഞ്ഞ ആഴ്ച അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേക്കൻസി ഫില്ല് ആവാത്തോണ്ടായിരിക്കും അവർ ഇന്നും അത് വീണ്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറൊരു വേക്കൻസി പറയാനുള്ളത് ക്ലിനിക്കൽ റിസർച്ച് കോർഡിനേറ്ററിന്റെ വേക്കൻസിയാണ് കേട്ടോ. റിസർച്ച് കോർഡിനേറ്ററിന്റെ വേക്കൻസി ഉണ്ടോന്ന് ചോദിച്ചാൽ ആരൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ PHCCയിലാണ് വേക്കൻസി അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവരുടെ സൈറ്റിലാണ് ഇട്ടിരിക്കുന്നത്. ക്ലിനിക്കൽ റിസർച്ച് കോർഡിനേറ്റർ, ബാച്ചിലർ ഡിഗ്രി, ഏതെങ്കിലും ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ബാച്ചിലർ ഡിഗ്രിയും ക്ലിനിക്കൽ റിസർച്ചിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 4 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ക്ലിനിക്കൽ റിസർച്ചിൽ കേട്ടോ. ഇതാണ് അതിന്റെ ക്രൈറ്റീരിയ. അപ്പൊ അതിന്റെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ലിങ്ക്ഡിൽ ഞാൻ കണ്ട ആഡിൽ അതിന്റെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അത് വേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ക്ലിനിക്കൽ റിസർച്ച് കോർഡിനേറ്റർ കേട്ടോ. അപ്പൊ അതിന്റെ മെയിൽ ID വേണമെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത്, നമ്മുടെ ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ IT-യുടെ വേക്കൻസിയാണ്. അപ്പൊ എല്ലാവരും പോയി അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരും ഇത് മിസ് ചെയ്യരുത് കേട്ടോ. അടിപൊളി സാലറി ഒക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പൊ കമ്പ്യൂട്ടറിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.